നിങ്ങൾക്ക് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും, എഴുതാൻ അറിയാം, പക്ഷേ സംസാരിക്കാനാണ് ബുദ്ധിമുട്ട് അല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഓരോ കോൺടെസ്റ്റിനനുസരിച്ച് പറ്റിയ ഫ്രേസസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരാൻ പ്ലാൻ ചെയ്തു, അവർ ആ പ്ലാൻ ചേഞ്ച് ചെയ്തു. ഇപ്പോൾ ഗസ്റ്റ് അല്ലെങ്കിലും വേറെ ആരെങ്കിലും, നമ്മുടെ പേരൻസോ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഈവൻ ഫാമിലി മെമ്പേഴ്സോ, സോ അതിന് പറ്റിയ ഫ്രേസസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണേ. ദാറ്റ്സ് ഓക്കെ, നോട്ട് എ ബിഗ് ഡീൽ, നോ പ്രോബ്ലം, നോ വറീസ്, തിങ്സ് ഹാപ്പൻ, നോ സ്ട്രെസ്. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഭയങ്കര സർപ്രൈസിങ് ആയിട്ടൊരു കാര്യം പറയണോ? അപ്പം നിങ്ങൾക്ക് എങ്ങനെ പറയാം? ദാറ്റ്സ് ഇൻക്രെഡിബിൾ, ദാറ്റ്സ് ഷോക്കിംഗ്, ഐ കാൺട്ട് ബിലീവ് ഇറ്റ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല, നോ വേ, യു ഹാവ് ഗോട്ട് ടു ബി കിഡിങ് മീ, ഐ വാസൻറ്റ് എക്സ്പെക്റ്റിംഗ് ദാറ്റ്. നിങ്ങളെ ആരെങ്കിലും ഒരു സ്ഥലത്ത് പോകാൻ ഇൻവൈറ്റ് ചെയ്തു, പക്ഷെ നിങ്ങൾ റെഡിയല്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു കാഷ്വൽ റെസ്പോൺസ് കൊടുക്കുക? നോട്ട് റൈറ്റ് നൗ, ബട്ട് മേ ബി അനദർ ടൈം, ഗിവ് മീ എ ലിറ്റിൽ വൈൽ, then I will join. I would love to, but I'm not ready right now. ഇനി എങ്ങനെയാണ് പൊളൈറ്റ് ആയിട്ട് നോ എന്ന് പറയാ? താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ, ബട്ട് ഐ എം നോട്ട് റെഡി അറ്റ് ദ മൂമെൻറ്റ്. ഇനി എങ്ങനെയാണ് ഒരു ഫ്രണ്ട്ലി എക്സ്ക്യൂസ് പറയാ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ? ഐ കാൺട്ട് മേക്ക് ഇറ്റ് റൈറ്റ് നൗ, ബട്ട് ഐ ഡോണ്ട് വോണ്ട് ടു മിസ് ഇറ്റ്, ലെറ്റ്സ് ഡു ഇറ്റ് ലേറ്റർ. നിങ്ങൾക്ക് ആരെങ്കിലോടും പെട്ടെന്ന് ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ പറയും? ഹേ, ക്യാൻ ഐ ടെൽ യു സംതിങ് റിയൽ ക്വിക്ക്? ഇപ്പം രണ്ട് പേര് തമ്മിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ഒരാളോട് ഒരു കാര്യം പറയണം, പെട്ടെന്നൊരു കാര്യം പറയണം. സോ യു ക്യാൻ യൂസ് ദിസ് സെൻറ്റൻസ്, ഹേ, ക്യാൻ ഐ ഷെയർ സംതിങ് വിത്ത് യു റിയലി ക്വിക്ക്? നിങ്ങൾക്കൊരാളോട് അവരുടെ ഇൻ്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു, ഓണം എങ്ങനെയുണ്ടായിരുന്നു, ക്രിസ്മസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് പറയാം. ഹേ, ഹൗ ഡു യുവർ ഓണം ഗോ, ഹൗ ഡു യുവർ ക്രിസ്മസ് ഗോ, ഹൗ ഡു യുവർ ഇൻ്റർവ്യൂ ഗോ? നിങ്ങളുടെ ഓഫീസിൽ അല്ലെങ്കിൽ സീനിയർ പൊസിഷനിലുള്ള ഒരാൾ നിങ്ങളോട് ഇങ്ങനെ പറയാണ്, വി നീഡ് ടു ടോക്ക് എന്ന് വെച്ചാൽ ഒരു സീരിയസ് കാര്യം പറയാനാണ്. ജനറലി എങ്ങനെയാണ് എല്ലാവർക്കും വിഷസ് കൊടുക്കാറുള്ളത്? ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്, സെൻഡിങ് യു മൈ ബെസ്റ്റ് വിഷസ്. ഹെൽത്ത് റിലേറ്റഡ് എങ്ങനെയാണ് നമ്മൾ ഒരാൾക്ക് വിഷ് കൊടുക്കുക? പനി പിടിച്ച ഒരാൾ കിടക്കുകയാണ് അല്ലെങ്കിൽ ഒരാൾ സർജറി ചെയ്ത് കിടക്കുകയാണ്, സോ നമ്മൾ എങ്ങനെ അവരെ വിഷ് ചെയ്യും? വിഷിംഗ് യു എ സ്പീഡി റിക്കവറി, അല്ലെങ്കിൽ ടേക്ക് ഇറ്റ് ഈസി ആൻഡ് റെസ്റ്റ് അപ്പ്. വർക്ക് റിലേറ്റഡോ സ്റ്റഡീസ് റിലേറ്റഡോ ഇൻ്റർവ്യൂ റിലേറ്റഡോ പ്രോജക്റ്റ് റിലേറ്റഡോ നിങ്ങൾ എങ്ങനെ ഒരാളെ വിഷ് ചെയ്യും? പ്രോജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ബെസ്റ്റ് ഓഫ് ലക്ക് വിത്ത് യുവർ ന്യൂ പ്രോജക്റ്റ്. എക്സാം ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, വിഷിംഗ് യു സക്സസ് ഇൻ യുവർ എക്സാംസ്. ഇൻ്റർവ്യൂ റിലേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിഷ് ചെയ്യാം, ഐ എം കോൺഫിഡൻറ്റ് യു വിൽ മേക്ക് എ ഗ്രേറ്റ് ഇംപ്രഷൻ. ട്രാവൽ റിലേറ്റഡ് ഇങ്ങനെ നിങ്ങൾക്ക് വിഷ് ചെയ്യാം, ഹാവ് എ സേഫ് ജേർണി. ബർത്ത്ഡേ ആണെങ്കിലോ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെങ്കിലോ നിങ്ങൾക്ക് ഇങ്ങനെ വിഷ് ചെയ്യാം, വിഷിംഗ് യു എ വണ്ടർഫുൾ സെലിബ്രേഷൻ. നിങ്ങളൊരു പോസിറ്റീവ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് പറയാം, ഫിംഗേഴ്സ് ക്രോസ്ഡ്. നിങ്ങൾ ഒരാളെ എൻകറേജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് പറയാം, യു ഗോട്ട് ദിസ്. നിങ്ങൾക്ക് ഈ ജോലി ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് എങ്ങനെയൊക്കെ പറയാം? I have few things on my plate at the moment. I'm currently occupied with something else. I will handle it once I'm free. Let me finish what I'm working on first. ഞാനിവിടെ ഇൻ്റർവ്യൂവിനും സ്പോക്കൺ ഇംഗ്ലീഷിനും കമ്മ്യൂണിക്കേഷനും കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ ക്ലാസ് ആണ് കൊടുക്കുന്നത്. ഓരോ സ്റ്റുഡൻസിനും അവരുടെ മെയിൻ വീക്ക്നെസ് എന്താണ് മെയിൻ പ്രോബ്ലം, അതിനനുസരിച്ചാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യണത്. സോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക, ഞാനിവിടെ നമ്പർ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, കോൾ ഇംഗ്ലീഷ് പഠിക്കാം, ഫോളോ ചെയ്യാൻ മറക്കല്ലേ.